ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി വന്നിട്ടുള്ള ഉമ്മു സലമയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ തീക്ഷ്ണമായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ പ്രവാചകൻ വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് വേറെ ഒരു കുടുംബ ജീവിതം നയിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ബിൻ ആദിൽ അസദ് എന്ന് പറയുന്ന ഒരു സഹാബി പ്രവാചകൻ്റെ മക്ക കാലഘട്ടത്തിൽ തന്നെ ആദ്യമായി ഇസ്ലാമിൽ വിശ്വസിച്ച 10 പേരിൽ ഒരാളായിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹമാണ് അബൂ സലമയെ വിവാഹം കഴിച്ചത്. അബൂ സലമയെ വിവാഹം കഴിച്ച് ആ ഉമ്മു സലമ എന്ന് പറയുന്ന സഹാബി ഉമ്മു സലമയാണ് വിവാഹം കഴിച്ചത്. അഥവാ പ്രവാചകൻ്റെ ഭാര്യയായി വന്നിട്ടുള്ള ഉമ്മു സലമയെ വിവാഹം കഴിച്ചത് അബൂ സലമയാണ്. ഈ ഉമ്മു സലമയെ വിവാഹം കഴിച്ച സമയത്ത് ഉന്നത ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു ഉമ്മു സലമ. അങ്ങനെ ശത്രുക്കൾ ഇതറിഞ്ഞപ്പം ആദ്യ കാലഘട്ടത്തിൽ പീഡനങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു. ഈ ഉമ്മു സലമ എന്ന് പറയുന്ന സ്ത്രീ ഉന്നത ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ പരീക്ഷണങ്ങളും പീഡനങ്ങളും ഈ കുടുംബത്തിന് നേരെ ഉമ്മു സലമയുടെയും അബൂ സലമയുടെയും നേർക്ക് വന്നു. അവസാനം ഇവർ രണ്ടുപേരും അബീസിനിയയിലേക്ക് യാത്ര പോയി, പലായനം ചെയ്തു. നജാഷി രാജാവിൻ്റെ സംരക്ഷണത്തിൽ കുറേ കാലം ജീവിച്ചു. അങ്ങനെയാണ് മക്കയിൽ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു തആലയൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരം അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ മക്കയിൽ ഇസ്ലാമിൻ്റെ പ്രതാപം ഉയർന്നു വരികയാണ് എന്ന് കണ്ട് അബീസിനിയയിലേക്ക് യാത്ര പോയ സംഘങ്ങളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി, ഇവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷേ മക്കയിലെത്തിയപ്പം വീണ്ടും ഉമറുൽ ഫാറൂഖും അതേപോലെ ഹംസ റളിയല്ലാഹു തആല അൻഹും ഒക്കെ സ്വീകരിച്ചതിന് ശേഷവും പീഡനങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കുടുംബം ഉമ്മു സലമയും അതേപോലെ തന്നെ അബൂ സലമയും എന്ന് അടങ്ങുന്ന ഈ കുടുംബം, അതിന് അവർക്കുണ്ടായ പേരാണ് സലമ. അതിൽ ഒരു മകനാണ് സലമ എന്ന് പറയുന്നത്. അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഉമ്മു സലമയും അബൂ സലമയും എന്ന പേര് ഇവർക്ക് വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ചരിത്രം നീണ്ടതാണെങ്കിലും പരീക്ഷണങ്ങളും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുകയാണ്. ഈ മക്കയിൽ നിന്ന് അവസാനം പ്രവാചകന് മദീനയിലേക്ക് പോകാൻ അനുമതി കിട്ടിയപ്പോൾ ഈ കുടുംബവും യാത്ര പോകാൻ തയ്യാറായി. ഉമ്മു സലമയെ, ഭാര്യയെയും അബൂ സലമ തൻ്റെ ഒട്ടകപ്പുറത്തിരുത്തി സലമ എന്ന് പറയുന്ന മകനെ ഈ ഭാര്യയുടെ മടിയിലിരുത്തിക്കൊണ്ട് ഒട്ടകത്തെ നയിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഈ ഗോത്രപ്പെട്ടിലെ ശത്രുക്കളായിരിക്കുന്ന ആളുകൾ, അവരുടെ ഗോത്രത്തിൽപ്പെട്ട അഥവാ ഈ ഉമ്മു സലമയുടെ ഗോത്രപ്പെട്ട ആളുകൾ പറഞ്ഞു, ഇവരെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ മകളാണ് ഇവൾ. ഉമ്മു സലമ എന്ന് പറയുന്ന അബൂ സലമയുടെ ഭാര്യ ഞങ്ങളുടെ മകളാണ്, അതുകൊണ്ട് ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു വെച്ചു. അതോടൊപ്പം തന്നെ മകനായ സലമയെ ഭർത്താവിൻ്റെ കുടുംബ ഗോത്രക്കാരനോട് തടഞ്ഞു വെച്ചു, ഇദ്ദേഹത്തെയും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ അബൂ സലമ മാത്രമാണ് മദീനയിലേക്ക് യാത്ര പോകുന്നത്. ഭാര്യയും മകനും ഇവിടെയായി ഇവർ പിടിച്ചു വെച്ചു മക്കയിൽ. അങ്ങനെ കുറേ വർഷം പ്രയാസത്തിൽ അകപ്പെട്ട് കണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തേക്ക്, അഥവാ പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ഒരു സ്ത്രീയായിരുന്നു. ഏറ്റവും നിഷ്ഠമായ ആദർശം പുലർത്തിയ ആളായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു, ഒരു കുടുംബമായിരുന്നു ഇത്. അങ്ങനെ ഉമ്മു സലമ എന്ന് പറയുന്ന സ്ത്രീയെ ഇവർ തടഞ്ഞു വെച്ചു, മകനെയും തടഞ്ഞു വെച്ചു. അവർ വിട്ടില്ല. 1 വർഷത്തോളം പ്രയാസത്തിലും വേദനയിലും പ്രാർത്ഥനയിലുമായി ഉമ്മു സലമ മക്കയിൽ താമസിക്കുകയാണ്. ഇവരുടെ പ്രയാസവും ഇവരുടെ ആ ഭർത്താവിനോടുള്ള സ്നേഹവും കണ്ടുകൊണ്ട് അവസാനം ഈ 1 വർഷമായപ്പോൾ ഇവർ
ഇദ്ദേഹത്തെ മദീനയിലേക്ക്, ഈ കുടുംബത്തെ മദീനയിലേക്ക് പറഞ്ഞയച്ചു, അതാ വിട്ടയച്ചു. അങ്ങനെ അവിടെ എത്തുകയാണ്. അവിടെ എത്തിയിട്ട് അബൂ സലമ എന്ന് പറയുന്ന ഭർത്താവ് ബദറിലും ഉഹുദിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ള സഹാബിയാണ്. ഈ സഹാബിക്ക് പ്രായമായി കിടപ്പിലാകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ മദീനയിൽ ഈ സഹാബിയെ കാണാൻ വരികയാണ്. അപ്പോൾ കുടുംബം അവിടെ എത്തിയിട്ടുണ്ട്, ഭാര്യയും മകനുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ പ്രയാസത്തോടാണെങ്കിലും പരീക്ഷണങ്ങൾ തരണം ചെയ്തുകൊണ്ടാണെങ്കിലും ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുടുംബമാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സുഹൃത്തായ അബൂ സലമയെ കാണാൻ വന്നു, രോഗസന്ദർശനത്തിന് വേണ്ടി വന്നു. പ്രവാചകൻ അവിടെ വന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. തിരിച്ചു പോകുന്ന സമയത്ത് വാതിൻ്റെ അടുത്തെത്തിയപ്പോൾ പ്രവാചകന് കിട്ടുന്ന വാർത്ത അബൂ സലമ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ്. അബൂ സലമ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രവാചകന് ലഭിക്കുന്നത്. അപ്പോൾ ഉമ്മു സലമ പ്രവാചകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അങ്ങനെ വന്നു പ്രവാചകൻ ആ സഹോദരൻ്റെ കണ്ണടച്ചു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു, മറവ് ചെയ്തു. ഞാനിത് പറയുവാനുള്ള കാരണം അബൂ സലമ എന്ന് പറയുന്ന, അതേപോലെ ഉമ്മു സലമ എന്ന് പറയുന്ന ഈ കുടുംബം ഏറ്റവും തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് തൻ്റെ രോഗശയ്യയിൽ കിടക്കുന്ന ഭർത്താവ് ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയാണ്, അബൂ സലമ വിളിച്ചുകൊണ്ട് പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസീബത്തിൻ തസീബു അബ്ദൻ, ഏതൊരു മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ സംഭവിച്ചാൽ, മാമിൻ മുസീബത്തിൻ തസീബു അബ്ദൻ, അള്ളാഹുവിൻ്റെ അടിമകൾക്കൊരു പ്രയാസം സംഭവിച്ചാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ, ഫയഖൂലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അപ്പോൾ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുലേക്ക് തന്നെയാണ് മടക്കം എന്ന് ഭാര്യയെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, എന്നിട്ട് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, എൻ്റെ ഈ പ്രയാസത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ ഇല്ലാ അജ്റഹുല്ലാഹു ഫീ മുസീബത്തിഹി, ഈ മുസീബത്തിൽ ഞാൻ അകപ്പെട്ടിട്ടുള്ള ഈ പ്രയാസത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രതിഫലമല്ലാതെ ഇതിനേക്കാൾ നല്ലത് അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്ന് പ്രാർത്ഥിക്കണം, പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം. വഅഖ്ലിഫ് ലി ഖൈറ മിൻഹാ, ഇതിനേക്കാൾ നല്ലത് എനിക്ക് നീ പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം. വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, അള്ളാഹു അവർക്ക് അതിനേക്കാൾ ഉന്നതമായത് പ്രദാനം ചെയ്യും എന്നുള്ള ഒരു ഹദീസ് ഭാര്യയെ ഭർത്താവ് രോഗശയ്യയിൽ അവസാന സമയം കേൾപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? നമുക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസമുണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി പറയണം. അതോടൊപ്പം തന്നെ മരണം ആണ് സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് ഞാൻ അകപ്പെട്ട, ഇപ്പം നമ്മൾ മരിച്ചാലുണ്ടാകുന്ന അവസ്ഥയിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ. ആരെ ജീവിച്ചിരിക്കുന്ന പറയാൻ, ഇവരുടെ വേർപാടിൽ പ്രയാസപ്പെടുന്ന എനിക്ക്, അല്ലെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നീ പ്രതിഫലം നൽകണമേ. വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഉത്തമമായത് നൽകണമേ എന്ന ഈ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഈ ഒരു വചനം ഈ അബൂ സലമ ഉമ്മു സലമയെ കേൾപ്പിക്കുകയാണ്. അതിനുശേഷമാണ് അബൂ സലമ മരണപ്പെടുന്നത്. അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം സഹോദരങ്ങളെ, പീഡനങ്ങളും പ്രയാസങ്ങളും മുഴുവനും സഹിച്ചതിന് ശേഷമാണ് ഈ കുടുംബം പ്രവാചകന്റെ സന്നിധിയിലെത്തുന്നത്. അവിടെയുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഭർത്താവ് മരണപ്പെട്ടു. ആ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ഈ ഭാര്യ ഈ പ്രാർത്ഥന ഇതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്, ആ സഹോദരിക്ക്, ആ ഉമ്മയ്ക്ക് ഓർമ്മ വന്നു, എൻ്റെ ഈ ഭർത്താവിനേക്കാൾ നല്ല ഒരു ഭർത്താവ് ഇനി എനിക്ക് കിട്ടാനുണ്ടോ എന്ന ഒരു ചിന്ത വന്നു. അപ്പോൾ ഇതിനേക്കാൾ നല്ലത് തരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കൊരു പ്രയാസം വന്നാൽ, നമ്മളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ, ഇതിനേക്കാൾ നല്ലത് ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ നല്ലത് നൽകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉമ്മു സലമയുടെ മനസ്സിൽ തോന്നി, ഈ എൻ്റെ ഭർത്താവിനേക്കാൾ നല്ല ഒരു മനുഷ്യൻ എനിക്ക് ലഭിക്കാനുണ്ടോ? ബദറിലും ഉഹുദിലുമൊക്കെ പങ്കെടുക്കുകയും തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് മുന്നേറുകയും ചെയ്തിട്ടുള്ള ഈ ഒരു ഭർത്താവിനേക്കാൾ ഉന്നതനായ ഒരു മനുഷ്യനെ എനിക്ക് ഇനി ഭർത്താവായി ലഭിക്കുമോ എന്നൊരു ചിന്ത മനസ്സിൽ വന്നുപോയി. പക്ഷേ മനസ്സിൽ വന്നപ്പോഴും ആ ഉമ്മു സലമ പ്രാർത്ഥിച്ചു, ഇത് റസൂല് പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു, സഹോദരങ്ങളെ, ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം
ഇവരുടെ പ്രയാസം കണ്ടു. അപ്പോഴേക്ക് 4 കുട്ടികളായി. മക്കയിൽ നിന്ന് മദീനയിലെത്തുമ്പോൾ ഒരു കുട്ടിയായിരുന്നു സലമ എന്ന് പറയുന്ന ഒരു മകനായിരുന്നുണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം മദീനയിൽ നിന്ന് 3 കുട്ടികൾ കൂടി ഇവർക്കുണ്ടായി. അങ്ങനെ 4 കുട്ടികൾ. പ്രയാസമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് വന്നതാണ്. പക്ഷേ ആരുമില്ല, വിശ്വാസികളല്ലാത്ത ആളുകളൊന്നുമില്ല. അങ്ങനെ ഇവരുടെ പ്രയാസം കണ്ട് ഭർത്താവിൻ്റെ മരണശേഷം ഇവരുടെ പ്രയാസം, ഇവർ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന, പരീക്ഷണങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഇവരുടെ ഭർത്താവിൻ്റെ മരണശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മു സലമയുടെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിച്ചു, അല്ലെങ്കിൽ അവർ വിവാഹാലോചന നടത്തി, നിങ്ങളുടെ ഈ പ്രയാസത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്ന് ചോദിച്ചു. പക്ഷേ ഉമ്മു സലമ പറഞ്ഞു, ഞാൻ റെഡിയല്ല എന്ന്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയതിന് ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നു. ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാം, നിങ്ങളുടെ ഈ പ്രയാസത്തിൽ നിന്ന് സംരക്ഷിക്കാൻ, നിങ്ങൾ ഈ ദീനിൽ അടിയുറച്ചു നിന്നതിൻ്റെ പേരിൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉമറുൽ ഫാറൂഖ് വന്നു വിവാഹം ചെയ്യാൻ ആലോചിച്ചുകൊണ്ട്. അവർ പറഞ്ഞു, ഞാൻ റെഡിയല്ല. അതാ വിവാഹത്തിന് തയ്യാറായില്ല. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മു സലമ എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്തേക്ക്, വിധവയായ സ്ത്രീയുടെ അടുത്തേക്ക് ആളെ വിട്ടു. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ സ്ത്രീ കൊടുത്ത മറുപടി, എനിക്ക് 3 പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുമായി എന്നിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു പക്ഷേ നിങ്ങളുടെ ദൈവികത്വത്തിന്, നിങ്ങളുടെ വഹീനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? ആ സമയത്ത് ഉമ്മു സലമ പറയുകയാണ്, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്ത്രീയാണ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, എനിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടും. ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടു പോയാൽ നിങ്ങളുടെ വഹി സന്ദേശം ലഭിക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തത് പറഞ്ഞു, എനിക്ക് കുറേ കുട്ടികളുണ്ട്, നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, ഇവരെയെല്ലാം നോക്കുവാനോ അല്ലെങ്കിൽ ഇവരെ വളർത്തുവാനുള്ള പ്രയാസം. മൂന്നാമത്തത്, ഞാൻ പ്രായമായിട്ടുണ്ട്, എനിക്ക് ഇത്രത്തോളം പ്രായമായിട്ടുണ്ട് എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ പ്രവാചകനോട് പറഞ്ഞു. ഇതുകൊണ്ട് നമ്മുടെ വിവാഹം നടക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, നിന്റെ പ്രശ്നം ഒന്നാമത്തത് പ്രയാസം ദേഷ്യപ്പെടലോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന തീഷ്ണമായ വർത്തമാനമാണ്, അത് ഞാൻ അള്ളാഹുവിനോട് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമതായി നിന്റെ വയസ്സ്, നിന്റെ പ്രായമാണ്, എനിക്ക് നിന്നേക്കാൾ പ്രായമുണ്ട്. രണ്ടാമത്തതും പരിഹരിച്ചു. മൂന്നാമത്തത് കുട്ടികളുടെ പ്രശ്നമാണ് പറഞ്ഞത്, നമ്മുടെ കുട്ടികളെ പോലെ അവർക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകനും ആ ഒരു കരാറിൽ അവർ വിവാഹം നടക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ സൂചിപ്പിച്ചത് ഇങ്ങനെ വിവാഹം ചെയ്ത് പ്രവാചകന് ഈ ഉമ്മു സലമയെ വിവാഹം ചെയ്തത് ഏറ്റവും ഉന്നതമായ ആദർശത്തിൽ അടിയുറച്ചുന്നത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ പാർശ്വം മുറുകെ പിടിച്ച് ജീവിച്ചു പരീക്ഷണ ഘട്ടങ്ങളിൽ അള്ളാഹുവിലേക്ക് മടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിച്ചതാണ്. എന്നിട്ട് ഭർത്താവ് മരിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, ഇതിനേക്കാൾ നല്ലത് എനിക്ക് നൽകണമേ, ഈ ഭർത്താവിനേക്കാൾ നല്ല ഒരു അനന്തരാവകാശം എനിക്ക് നൽകണമേ എന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമാണ് പ്രവാചകൻ അവരുടെ വിവാഹം കഴിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എന്തിനാണെന്ന് പറഞ്ഞത്, സമൂഹത്തിൽ ഇന്നും കാണുന്ന വല്ലാത്ത പ്രയാസകരമായ അവസ്ഥകളുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. മക്കൾ മരണപ്പെടുന്നുണ്ട്, ഭർത്താവ് മരണപ്പെടുന്നുണ്ട്. നമ്മൾ ഇന്നലെ കേട്ടിട്ടുള്ള ഗേറ്റിൽ കുടുങ്ങിയിട്ടുള്ള ഒരു പിഞ്ചു മകൻ, 9 വയസ്സുകാരൻ്റെ മരണം. ആ മകനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള തൻ്റെ വലിയുമ്മ അവനെ കണ്ട ഉടനെ ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കുവൈത്തിലെ മരണം. നമ്മുടെ ഇടയിൽ ഇതേപോലെയുള്ള പരീക്ഷണങ്ങളും ഭയപ്പാടുകളും ഒക്കെ വളർന്നു വരികയാണ്. എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മൾ പഠിച്ചാൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെയും നാം പിടിച്ചു നിൽക്കേണ്ടത്, ഈ ഉമ്മു സലമ എന്ന് പറയുന്ന സ്ത്രീയെ എന്തുകൊണ്ടാണ് പ്രവാചകൻ വിവാഹം കഴിച്ചത്? അവരാദർശത്തിൽ അടിസ്ഥിതമായ തൻ്റെ ഈമാനിക ആവേശത്തോടുകൂടി തന്നെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു എന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും സഹോദരങ്ങളെ ഇത് പറയുന്നത്, നമ്മളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെടുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഒരാൾ മരണപ്പെടുമ്പോൾ മാത്രമല്ല പറയേണ്ടത്. ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ആപത്തുകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വന്നാൽ നമുക്ക് അപ്പോഴൊക്കെ പറയാവുന്നതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. ഇങ്ങനെ
ജീവിതത്തെ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിർത്തുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ അടിയുറച്ച് നിൽക്കുന്നതിൽ പ്രയത്നിക്കുവാനും നമുക്ക് സാധ്യമാകണം. ഈ ചരിത്രം നമ്മെ അങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഉമ്മു സലമയെ വിവാഹം ചെയ്ത പ്രവാചകൻ, ആ ഉമ്മു സലമ എന്ന് പറയുന്ന സ്ത്രീ ഹദീസ് വളരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബിയത്തായ വനിതയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെയാണോ ചിട്ടപ്പെടുത്തുന്നത് മതത്തിനനുസരിച്ച്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിജയമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അത്തരത്തിലുള്ള ദീൻ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മതം പഠിക്കുവാനും ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുവാനും സമയം കണ്ടെത്തുവാനും ഖുർആൻ പഠിക്കുവാനുമുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാവട്ടെ. അതിൽ പങ്കെടുക്കുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. اللهم تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.